പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത അടുത്ത സീസണിലെ ISLുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അടുത്ത ISL സീസണിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കും. അടുത്ത സീസൺ മുതൽ ഇനി ഏഷ്യൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. മാത്രമല്ല സാലറി ക്യാപ്പ് ഉൾപ്പെടുത്താതെ 2 സൂപ്പർ താരങ്ങളെ ഇനി സൈൻ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത സീസൺ മുതൽ ഇനി യൂറോപ്പിലെ വമ്പൻ താരങ്ങളെയൊക്കെ ISL ടീമുകൾ സ്വന്തമാക്കിയേക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം 2 താരങ്ങളെ സാലറി ക്യാപ്പിൽ ഉൾപ്പെടുത്താതെ ഇനി സൈൻ ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം, ടീം വാല്യൂ ഇപ്പോൾ 16.5 കോടിയിൽ നിന്നും 18 കോടിയായി ഉയർത്തിയിട്ടുമുണ്ട്. എന്തായാലും ISLിലെ ഈ ഒരു മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിരുന്ന ഡിമിട്രോസ് ഡാമൻഡാക്കോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഡിമിട്രോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടു എന്നുള്ളത് താരമെന്ന് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് നിരവധി ISL ടീമുകളാണ് ഡിമിട്രോസിന് വേണ്ടി രംഗത്തുള്ളത്. ഡിമിട്രോസിനെ സ്വന്തമാക്കാനായിട്ട് ഈസ്റ്റ് ബംഗാൾ അടക്കമുള്ള ടീമുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈസ്റ്റ് ബംഗാൾ നല്ലൊരു ഓഫർ തന്നെ ഡിമിട്രോസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ താരം അത് റിജക്ട് ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നറ്റാഷ ഘോഷ് എന്ന റിപ്പോർട്ടർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് ഡിമിട്രോസിനെ 2 വർഷത്തെ കോൺട്രാക്റ്റിൽ മുംബൈ സിറ്റി FC ടീമിലേക്ക് എത്തിച്ചേക്കുമെന്നാണ്. ഈസ്റ്റ് ബംഗാളിന്റെ ഒരു ഓഫർ ടീം റിജക്ട് ചെയ്യാനുള്ള കാരണം ഈസ്റ്റ് ബംഗാളിനേക്കാൾ നല്ലൊരു ഓഫറായിരുന്നു മുംബൈ സിറ്റി FC താരത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നിലവിൽ മുംബൈ സിറ്റി FCക്ക് ഒരു സ്ട്രൈക്കറിനെ ടീമിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം അവർക്ക് ഡയാസിന്റെ പകരക്കാരനെ ഉടനെ തന്നെ ടീമിലേക്ക് എത്തിക്കണം. ഡിമിട്രോസിനെ മുംബൈ സിറ്റി FC സൈൻ ചെയ്തു എന്നുള്ള റൂമറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വാർത്തയെക്കുറിച്ച് ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഡിമിട്രോസ് ISLിൽ തന്നെ തുടരാനാണ് നിലവിൽ ചാൻസ് ഉള്ളത്. ISL 10ാം സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറിനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായത്. നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.